ഈ 2021 ഇലക്ഷൻ മത്സരിക്കേണ്ടെന്ന് മാറ്റി നിർത്തിയപ്പോൾ വിഷമമുണ്ടായിട്ടുണ്ടോ? എന്തൊരു വിഷമം? എനിക്കെന്തിനാ വിഷമം? ഞാനല്ല ഇയാളുടെ പേര് പറഞ്ഞു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. സെക്രട്ടേറിയറ്റിൽ സലാമിൻ്റെ പേര് ഞാനല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലേ, ആരും പറയത്തില്ലല്ലോ. സുധാകരൻ പറഞ്ഞല്ലേ ഞങ്ങൾ ആ പേര് പരിഗണിക്കുന്നത്. എന്നോട് കൊടിയേരി പറഞ്ഞതല്ലേ. അവർ വേറെ വല്ലവരും പരിഗണിച്ചാലും എനിക്കങ്ങനെ ഇല്ല. അദ്ദേഹത്തെ പറ്റി എല്ലാം എനിക്കറിയാമെങ്കിലും ഞാനവിടെ എൻ്റെ കൂടെ കുറേ കാലം പ്രവർത്തിച്ചതല്ലേ. അവിടെ ഉള്ളതിൽ അയാളാണ് സെക്രട്ടറി. അത് ജപിച്ചു. അപ്പോൾ എനിക്കത്രയേ ഉള്ളൂ. എനിക്കെന്തൊരു വിഷമം? എനിക്കെന്തൊരു വിഷമവും പറ. എനിക്ക് യാതൊരു വിഷമത്തിൻ്റെ പ്രശ്നമുണ്ട്. എന്തിന്? അല്ല, അതല്ല, അത് വേറെ. അത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വിഷമമുള്ളതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഒഴിയാൻ 2020 മിനിസ്റ്ററുടെ ലാസ്റ്റ് പീരീഡിൽ തന്നെ ഞാൻ ഒഴിയാൻ തയ്യാറായിരിക്കുക. എൻ്റെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ മകൻ പറഞ്ഞു ഒഴിവെന്ന് അങ്ങോട്ട്. അപ്പോൾ 2 ടൈം കൊണ്ടുവന്നല്ലോ, 2 ടൈം. ഇപ്പോൾ 1 ടൈമേ ഉള്ളൂ. ഇനിയിപ്പോൾ 1 ടൈം ഉള്ളവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അത് മാറ്റണം അടുത്ത തവണ. അല്ല ഇപ്പോഴത്തെ മന്ത്രിമാരെല്ലാം പോകും. അന്ന് 2 ടൈമാണ്. എന്നിട്ട് എന്തൊക്കെ എഴുതി പിടിപ്പിക്കുന്നത്? കിട്ടിയതെല്ലാം വലിച്ചു വാരുത്തത് ഞാനോ? 62 വർഷം പാർട്ടി വർക്ക് ചെയ്തു, എല്ലായിടത്തും പ്രവർത്തിച്ചു. 2 ടൈം ആരെല്ലാം ഉണ്ട്? ഞാൻ മാത്രമാണ്. അതൊരു പൊളിറ്റിക്കൽ ക്രിമിനൽ ഗ്യാങ് ഈസ് ബീയിങ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ആലപ്പുഴ. സംബഡി ഈസ് ലീഡിങ് ഇറ്റ്. പക്ഷെ അവരൊക്കെ നശിച്ചു പോകും. ജനങ്ങൾക്കറിയാം. എല്ലാ സമുദായങ്ങളും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച മുസ്ലിം വോട്ടേഴ്സാണ്. എല്ലാവരും സഹായിച്ചു. മുസ്ലിങ്ങൾ എവിടെയുണ്ടോ ആ ബൂത്തല്ല എനിക്ക് മെജോറിറ്റി. എൻ്റെ ഒരു വിലയിരുത്തൽ ആലപ്പുഴ ജില്ല ഒരു വർഗീയതയില്ലാത്ത വിഭാഗം മുസ്ലിങ്ങളാണ്. മറ്റേ BJP പൊളിറ്റിക്സ് ഒരു വിഭാഗത്തിനുണ്ടല്ലോ. ഒരു വർഗീയത മുസ്ലിം ലീഗ് ഇല്ലല്ലോ. കായംകുളത്ത് മാത്രമേ ഉള്ളൂ 3 ലീഗ് മെമ്പർമാർ. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഒറ്റ മുസ്ലിം ലീഗ് മെമ്പറില്ല. പണ്ട് 9 പേരുണ്ടായിരുന്നു. ഒറ്റയാളും ഇല്ലല്ലോ. വോട്ട് കൊടുത്തില്ല. എല്ലായിടത്തും ഇടതുപക്ഷത്ത് ജയിപ്പിച്ചു കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷനിൽ. സോ മുസ്ലിംസ് ആലപ്പുഴ ജില്ലയിൽ മുസ്ലിം ആയതുകൊണ്ട് അവർ വോട്ട് കൊടുക്കത്തില്ല. അവർ വോട്ട് കൊടുക്കണമെങ്കിൽ അവർക്ക് തോന്നണം. അതാണ് ഞാൻ പറഞ്ഞത്. നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ഞങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. ഇതൊക്കെ ഞാൻ ആഴത്തിൽ പഠിച്ച് വിലയിരുത്തുന്ന ഒരാളാണ്. എന്തെങ്കിലും മനസ്സിലാക്കി എന്തെങ്കിലും എഴുതി പിടിപ്പിക്കുക, അതെല്ലാം നാട്ടുകാർ വായിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ പൊതുവായിട്ടുള്ള ബൗദ്ധിക തലമെന്ന് പറയുന്ന ഒരു ഇല്യൂമിനേറ്റിംഗ് അല്ലല്ലോ. ഒരു ഇല്യൂമിനേറ്റിംഗ് ഇൻ്റലക്ച്വൽ പൊളിറ്റിക്കൽ ലെവൽ കാണുന്നില്ലല്ലോ. സാറിന് ആലപ്പുഴയിൽ മത്സരിച്ചിരുന്നെങ്കിൽ മുസ്ലിം വോട്ട്സ് കിട്ടുമായിരുന്നു അല്ലേ? ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമായിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ മത്സരിക്കണമെന്ന് പറയുന്നത് തുല്യമല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതുവരെ മത്സരിച്ച എല്ലാ ഇലക്ഷനിലും മുസ്ലിം ബൂത്തിലല്ല എനിക്ക് മെജോറിറ്റി. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെയും ഇലക്ഷൻ വോട്ടുണ്ട്. മുസ്ലിങ്ങളും അവരുടെയാണല്ലോ ചിലപ്പോൾ കിട്ടാതെ വരുന്നത്. അതെല്ലാം ഉണ്ട്. ഡിറ്റീൻസിൻ്റെ ഉണ്ട്, ജീവരുടെ ഉണ്ട്, പിന്നെ നായർ, ഈഴവ ആൻഡ് ദളിത് നമുക്ക് തന്നെ പണ്ട് മുതലേ. അല്ല, എല്ലാവരും 100-200ഓളം ബൂത്തുള്ള അമ്പലപ്പുഴ മണ്ഡലത്തിൽ 22 ബൂത്തോറ്റ UDF ലീഡ് ചെയ്തുള്ളൂ. എൻ്റെ എതിർത്ത ഒരു മുസ്ലിമാണ്, അറിഞ്ഞിരിക്കണം. ഷെയ്ഖ് പി ഹാരിസ്. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലാണ്. പാലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. എൻ്റെ സുഹൃത്ത് പി കെ സാഹിബിൻ്റെ കൊച്ചുമോൻ പി എ ഹാരിസിൻ്റെ മോനല്ലേ. ഒരു മുസ്ലിമാണ് മത്സരിച്ചത്. അപ്പോഴാണ് എനിക്ക് മെജോറിറ്റി ബൂത്തിൽ എനിക്ക് ഭൂരിപക്ഷം കിട്ടിയത്. അത് കൊടുത്തില്ല. വെറും 40,000 വോട്ടേ കിട്ടിയുള്ളൂ. കോൺഗ്രസിന് 50,000 ഉണ്ടായിരുന്നു എന്നോട് മത്സരിക്കുമ്പോൾ. വെറും 40 കിട്ടിയുള്ളൂ. അന്നത്തെ വിവാദ പോസ്റ്റ് സഖാവ് ഈ പറഞ്ഞ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്നതാണ്. അമ്പലപ്പുഴയിൽ ഈ സലാം SDP പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇറങ്ങിയായിരുന്നു. ആരിറക്കി? അന്ന് അങ്ങനെ ഒരു പോസ്റ്റർ വന്നായിരുന്നു. അതൊക്കെ ഇവരൊക്കെ തന്നെ ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് തന്നെ ചെയ്യുന്നതാണ്. അത് അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? SDP-കാരനെന്ന് പറഞ്ഞാൽ തീവ്ര മുസ്ലിം വോട്ട് കിട്ടുമെന്ന് ഇട്ടവർ വിചാരിച്ചു. ഇതൊന്നും ഇടേണ്ട കാര്യമല്ല. 15,000 ജയിച്ചില്ലേ? മുസ്ലിം ബൂത്തിലൊക്കെ അതിനേക്കാൾ കൂടുതൽ എനിക്കാണ് കിട്ടിയത്. ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ എനിക്ക് കൂടാം. അവരത് മാത്രമാണ് പറഞ്ഞത്. ഞാൻ അയാളെ ഇലക്ഷനിൽ ക്ഷീണിപ്പിച്ചെന്ന് അതിനൊക്കെ വലുതാണ്. അതിനുള്ള കൊറോളറി അല്ലേ ഇതൊക്കെ. എന്നിട്ട് എന്തായി? ഞാനല്ലേ. അപ്പോൾ എൻ്റെ പണി ഇതായിരുന്നു. എന്നാൽ എനിക്ക് അയാളുടെ പേര് പറയാതിരുന്നാൽ പോലെ അവിടെ. എനിക്ക് വേറെ പേര് പറഞ്ഞാൽ ഞാൻ എന്ത് പേര് പറഞ്ഞാൽ അവിടെ അംഗീകരിക്കും. ഞാനത് പറഞ്ഞല്ലോ. കൊടിയേരി എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങൾ ഈ പേരെടുക്കത്തില്ല. എന്നോട് പറഞ്ഞല്ലേ. എനിക്കിതെല്ലാം ബോധ്യമാണ്. അതൊക്കെ മനഃപൂർവ്വം ഇവരൊക്കെ തന്നെ ചെയ്യുന്നതാണ്. അതായത് വോട്ട് കൂടുതലായിട്ട് തീവ്രവാദ വോട്ട് കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ്. ഇപ്പോഴും ആളുകൾ അതിനെപ്പറ്റി ഇത് പറയുന്നുണ്ടല്ലോ. ഇപ്പം അന്ന് മാത്രമല്ലല്ലോ. അതൊക്കെ വ്യക്തമായിട്ട് വിശദീകരിച്ച് കൊടുക്കണം.
ഇതൊക്കെ ഇവിടുത്തെ എല്ലാ കാര്യവും നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അറിയാമോ, 3 പിന്നെ ഏതോ ഒരു പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തില്ലേ അമ്പലപ്പുഴ സ്കൂളിൽ? ഒരു കുട്ടിയോ 3 കുട്ടിയോ? ഒരു കുട്ടി ചെയ്തില്ലേ? അപ്പോൾ അവിടെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ കഞ്ഞിപ്പാടത്തുള്ള കുട്ടികളാണ്, പാർട്ടി ഫാമിലികളെ എല്ലാവരും, ഓട്ടോറിക്ഷക്കാരൻ്റെ വടക്ക്. ഞാനും സെക്രട്ടേറിയറ്റ് മിനിസ്റ്റർ അവിടെയാണ്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഏരിയ സെക്രട്ടറി ഓമനക്കുട്ടനോട് പറഞ്ഞു, നാളെ ഹർത്താൽ നടത്തണം ഇതിനെതിരായിട്ട്, കൊലപാതകളെ പിടിക്കണമെന്ന്. അത് നടത്തിയില്ല. ഈ സലാമിൻ്റെ പേരിൽ ആരോപണം വന്നു, പുള്ളിയായി ബന്ധമുള്ളവരത് ചെയ്തതെന്ന്. നോക്കാം, നേരിട്ടൊരു ബന്ധമുള്ളവരല്ല. അപ്പോൾ STP ഇഷ്യൂ ഒക്കെ വന്നു, ഒരാളയാളെ സഹായിച്ചില്ല. ഞാനും കുഞ്ഞു വന്നു വൈകുന്നേരം. അടുത്ത ദിവസം ഹർത്താൽ നടത്തി, വളരെ ഉഗ്രമായ പൊതുയോഗം ഞാൻ നടത്തി. സലാമിനെ ഞാൻ അന്നാണ് ഇയാൾ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് വരുന്നത്. അതുപോലെ പുള്ളി വീട്ടിൽ തന്നെ നിന്നു, വിഷമിച്ചു പോയി. ഞാനാണ് കൊണ്ടുവന്നത്, ഞാൻ ഡിഫെൻഡ് ചെയ്ത് സംസാരിച്ചു. ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവരാണ് ജി സുധാകരൻ. എല്ലാ സ്ഥലത്തും വളരെ സഹായിച്ചു. എല്ലാവരും ആരെയും സഹായിക്കാതെ സഹായിക്കേണ്ട കാര്യം എന്താ? മനസ്സിലായില്ലേ? എന്തൊക്കെയാണ് അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ എഴുന്നേറ്റ് വരുന്ന മട്ടിലാണ് പൊളിറ്റിക്കൽ ക്രിമിനൽസ് നമ്മുടെ ഭാഗത്തോടും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് രഹസ്യമായിട്ട് പോസ്റ്റൊക്കെ ഇടുന്നത്, പേര് മാറ്റിയൊക്കെ. അവരെയൊക്കെ ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് അകറ്റണം. സംശുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്. സംശുദ്ധം കെട്ടിപ്പടുത്തുന്നത്, അതിലേക്ക് തന്നെ തിരിച്ചു വന്നേ പറ്റൂ. അതിൽ കുറച്ച് ആളുകൾ അല്ലാതെ വന്നിട്ടുണ്ട്, കുറച്ച് പേരേ ഉള്ളൂ, അത് തെറ്റാണ്. പക്ഷേ അവർ വളരെ വോസിഫറസാണ്. ഏത് അവരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ സാന്നിധ്യം ഇങ്ങനെ അറിയിക്കുകയാണ്. അത് അവരുടെ സ്വഭാവമാണ്, ക്രിമിനൽസിൻ്റെ സ്വഭാവം. അത് അവർ ശക്തരെന്ന് കാണിക്കാൻ. ഞാൻ അതിനെ എതിർക്കുന്ന ഒരാളാണ്. അതിനെ എതിർക്കാൻ പേടിച്ച് അവരോടൊപ്പം പോകുന്നത് ഏത് പാർട്ടിപ്പെട്ട നേതാവായാലും വിൽ ബി ഡൂംഡ്. ഇത്രയൊക്കെ ഡിഫെൻഡ് ചെയ്ത് താങ്കളെ സലാം ഇത്രയും ആക്രമിക്കുന്നതിൻ്റെ റീസൺ എന്താണ്? അല്ല, എന്നെ ഇതേ ഉള്ളൂ, പിന്നീട് ആക്രമണമൊന്നും നേരിട്ടൊന്നും വന്നിട്ടില്ല. ഈ പരാതി എന്താണെന്ന് നമുക്കെങ്ങനെ അറിയാം? നമ്മൾ മാറിക്കഴിഞ്ഞാൽ സ്ഥാനം കിട്ടണതിന്, അല്ലെങ്കിൽ തന്നെ സ്ഥാനം കിട്ടുമല്ലോ, നമ്മൾ നിർദ്ദേശിച്ചിരിക്കുകയല്ലേ. അയാളുടെ ഇലക്ഷൻ കൺവെൻഷൻ അധ്യക്ഷൻ ഞാൻ, SRP രാമേന്ദ്രപിള്ള ഉദ്ഘാടനം, അയാളുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഞാൻ, അയാളുടെ സ്വീകരണ യോഗങ്ങളിൽ 5 ദിവസം ഞാൻ രാവിലെ ഉദ്ഘാടനം ചെയ്തു. 19 പഞ്ചായത്ത് റാലികൾ, പഞ്ചായത്തിൽ 19 റാലികളാണ് ഞാൻ മണ്ഡലത്തിൽ നടത്തി. 300-400 ആൾ എല്ലായിടത്തുണ്ട്. അല്ല പറ. എന്നിട്ട് ഗൾഫിലുള്ള എൻ്റെ മകൻ സ്വന്തം ചെലവിൽ വന്ന് വോട്ട് ചെയ്യാൻ വന്നു. ഒന്ന് വോട്ട് ചെയ്തിട്ടാണ് പോയത്. സലാമിൻ്റെ കാറിലാണ് എൻ്റെ മകൻ വോട്ട് ചെയ്യാൻ പോയത്. അതെന്താണോ എവിടെയോ ഒരു ആലോചന ഉണ്ടായി ചെയ്തതെന്നുള്ള വ്യക്തമല്ലേ? ഒരാലോചന ഉണ്ടായി ചെയ്തതാണ്. അതിനയാൾ അത് ഉറപ്പായ കാര്യമല്ലേ? അതേപ്പറ്റി ഒന്നും അന്വേഷിക്കാൻ ഞാൻ ആവശ്യം, അത് സംശയമില്ലാത്ത കാര്യമല്ല. എന്താണ് ജി സുധാകരനോ അതിലൊരു നേതാവിനെ ആക്രമിച്ചിട്ട് ആർക്ക് എന്ത് കിട്ടാനാണ് ആ സമയത്ത്? കാരണം അങ്ങ് എന്താ മന്ത്രിസ്ഥാനം, അത് ഞാൻ പറയേണ്ട കാര്യമല്ല. മന്ത്രിസ്ഥാനമൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, അതൊന്നൊരു പ്രശ്നം. മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഞാൻ 2 തവണ ആരോടെങ്കിലും ശുപാർശ ചെയ്തു. ഒരു ശുപാർശയില്ലാതെ മന്ത്രിയാവില്ല. എൻ്റെ വീട്ടിൽ ശുപാർശ ചെയ്യുന്ന നേതാക്കന്മാരാരുമില്ല. എൻ്റെ അച്ഛനും അമ്മയും സാധാരണ കൃഷിക്കാരാണ് ഓണാട്ടുകരയിൽ. അതിൽ അച്ഛൻ മരിച്ചു പോയാൽ അമ്മ മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ 4 ശുപാർശ ചെയ്യാനില്ല. 4 ശുപാർശ അവർ എന്നെ എടുത്തു. ആദ്യത്തെ ഗവൺമെൻറ്റിൽ US ഗവൺമെൻറ് ഞാൻ പെർഫോം ചെയ്തപ്പോൾ അതവർക്ക് മനസ്സിലായി. രണ്ടാമത്തെ ഗവൺമെൻറ്റിൽ പിണറായി തന്നെ ആയിരിക്കും മുൻകൈ എടുക്കാൻ. ആദ്യത്തിനും പിണറായി തന്നെ, US അല്ല, പിണറായി തന്നെ മുൻകൈ എടുത്തു. ഞാൻ കൃത്യമായും PWDൻ്റെ ശേഷം മന്ത്രിസ്ഥായി അദ്ദേഹത്തിന് ദോഷമില്ലാതെ ഭംഗിയായിട്ട് ചെയ്ത് കൊടുത്തില്ലേ. അതുകൊണ്ട് അദ്ദേഹം എല്ലാവരുടെയും പ്രവർത്തനം അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വന്നു.